ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ SSLC മാത്സിലെ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്ന പാഠമാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം ഞാൻ ഈ ചാപ്റ്ററിൻ്റെ മുഴുവൻ ക്വസ്റ്റ്യൻസും ഒരൊറ്റ വീഡിയോയിൽ സോൾവ് ചെയ്തിടുന്ന പോലെ ഇടാമെന്നാണ് കരുതിയത്. പക്ഷേ എനിക്ക് അത്യാവശ്യം ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പാർട്ടായിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിലെ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരുന്ന പാർട്ടായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഒറ്റ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കുറച്ച് ദിവസം ലേറ്റ് ആയത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ബോക്സ് കണ്ടെയ്ൻസ് 6 ബ്ലാക്ക് ആൻഡ് 4 വൈറ്റ് ബോൾസ്. ഒരു ബോക്സിൽ 6 ബ്ലാക്ക് ബോൾസും 4 വൈറ്റ് ബോൾസും ഉണ്ട്. സോ ഇങ്ങനൊരു ചോദ്യം വന്നാൽ തന്നെ നമ്മൾ ആദ്യം തന്നെ ആ ഒരു ചിത്രം ഒന്ന് വരച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിഫിക്കേഷൻ കിട്ടും. സോ ഒരു ബോക്സ് ഉണ്ട്, അതിൽ 6 ബ്ലാക്ക് ബോൾസ് ആണുള്ളത്. അപ്പോൾ ബ്ലാക്ക് ബോൾസിനെ ഞാൻ ഡാർക്ക് ചെയ്തിട്ട് വരക്കുന്നുണ്ട്. 1 2 3 4 5 6. പിന്നെ 4 വൈറ്റ് ബോൾസ് ആണുള്ളത്. വൈറ്റ് ബോൾസിനെ ഞാൻ ജസ്റ്റ് ലൈറ്റായിട്ട് വരക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സിനുള്ളിൽ ബോളുകൾ ഉള്ളത്. നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? ഇഫ് എ ബോൾ ഇസ് പിക്ക്ഡ് ഫ്രം ഇറ്റ്. നമ്മൾ ഈ ബോക്സിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? ആ ബോള് ബ്ലാക്ക് ആവാനുള്ള സാധ്യത എത്രയാണ്? ആൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്. ആ എടുക്കുന്ന ബോള് വൈറ്റ് ആവാനുള്ള സാധ്യത എത്രയാണ്? ഇതാണ് ചോദ്യം. വളരെ എളുപ്പമായിട്ടുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ നമുക്കിതിന് എങ്ങനെ ആൻസർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് സൈഡിൽ എഴുതി വെക്കാം. ഓക്കെ, ഈ ബോക്സിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട് എന്നുള്ളത് എഴുതി വെക്കാം. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 6 ബ്ലാക്ക് ബോൾസും ഉണ്ട്, 4 വൈറ്റ് ബോൾസും ഉണ്ട്. സോ 6 + 4 10. ഇപ്പോൾ ടോട്ടൽ 10 ബോൾസ് ആണ് ഈ ബോക്സിലുള്ളത്. ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് ബ്ലാക്ക്? ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രോബിലിറ്റി എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ അല്ല, അതാണ് ആദ്യത്തെ ചോദ്യം. അതെന്ന് പറയുന്നത് ഈ ബോക്സിൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്, അങ്ങനെ എഴുതി കൊടുത്താൽ മതി. അപ്പോൾ ഈ ബോക്സിൽ എത്ര ബ്ലാക്ക് ബോൾസ് ഉണ്ട്? 6 ബ്ലാക്ക് ബോൾസ് ആണ് ഉള്ളത്. സോ 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 10. അപ്പോൾ 6/10 എന്നാണ് ആൻസർ വരിക, അഥവാ 3/5. ഇനി രണ്ടാമത്തെ ചോദ്യം, ആൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് വൈറ്റ്. വൈറ്റ് കിട്ടാനുള്ള സാധ്യത എത്രയാണെന്നുള്ളതാണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ അതെത്രയാണ്? നമ്മളിപ്പോൾ ബ്ലാക്ക് ബോൾസിൻ്റെ എണ്ണം എഴുതി, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എഴുതി. അപ്പോൾ ഇവിടെ വൈറ്റ് ബോൾ ആണെങ്കിൽ വൈറ്റ് ബോൾസ് എത്ര ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. വൈറ്റ് ബോൾസ് എത്രയാണുള്ളത്? 4 എണ്ണം അല്ലേ. അപ്പോൾ 4 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 10. അപ്പോൾ 4/10 ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ 2/5 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇത്രയും സിമ്പിളായിരുന്നു, മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അടുക്കാം. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യം, എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബോൾസ് ആൻഡ് 7 ഗ്രീൻ ബോൾസ്. അനദർ കണ്ടെയ്ൻസ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻ. അതായത് എന്താ പറയുന്നത്? ഒരു ബാഗിൽ 3 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. രണ്ടാമത്തെ ബാഗിൽ അനദർ ബാഗിൽ എന്തുണ്ട്? 8 റെഡ് ബോളും 7 ഗ്രീൻ ബോളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ആ ഒരു പിക്ചർ ഒന്ന് വരച്ചു വെക്കാം. ഇപ്പോൾ ഫസ്റ്റ് ബാഗ് ഞാൻ ബോക്സ് ആയിട്ട് തന്നെയാണ് വരക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ എന്താ പറയുന്നത്? 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ആണുള്ളത്. സോ നമുക്ക് റെഡിനെ ഡാർക്കായിട്ടും ഗ്രീനിനെ ലൈറ്റായിട്ടും അടയാളപ്പെടുത്താം. ഓക്കെ, റെഡിനെ ഡാർക്കായിട്ടും ഗ്രീനിനെ ജസ്റ്റ് ഒരു സർക്കിൾ പോലെ ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ 3 റെഡ് ബോൾസ് ആണുള്ളത്. സോ 3 റെഡ് ബോൾസ്, 7 ഗ്രീൻ ബോൾസ് ആണുള്ളത്. അപ്പോൾ 1 2 3 4 5 6 7 7 ഗ്രീൻ ബോൾസും ഉണ്ട്. ഇനി വേറൊരു ബാഗ്, രണ്ടാമത്തെ ബാഗ്. ഓക്കെ, രണ്ടാമത്തെ ബാഗിൽ എന്താണ് പറയുന്നത്? അനദർ കണ്ടെയ്ൻസ് 8 റെഡ് ആൻഡ് 7 ഗ്രീൻ. 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ആണുള്ളത്. സോ 8 റെഡ് ബോൾസ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 8 റെഡ് ബോൾസ് ഉണ്ട്. അതുപോലെ 7 ഗ്രീൻ ബോൾസ് ഉണ്ട്. സോ 1 2 3 4 5 6 7. അപ്പോൾ ഇങ്ങനെയാണ് 2 ബാഗുകൾ നമ്മുടെ കയ്യിലുള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിക്കുന്നതെന്ന് നോക്കാം.
ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, ആദ്യത്തെ ബാഗിൽ നിന്ന് ഒരു ബോൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അത് റെഡ് ബോൾ ആവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, അപ്പോൾ ഒന്നാമത്തെ ബാഗിൽ ടോട്ടൽ എത്ര ബോൾസ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 10 ബോൾസ് ആണ് ഉള്ളത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ഫസ്റ്റ് ബാഗ്, ഒന്നാമത്തെ ബാഗ് എത്രയാണ്? 10 ആണ്. നമ്മളോട് ചോദിക്കുന്നത് റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യതയാണ്. സോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ബാഗ്, അങ്ങനെ തന്നെ എഴുതിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്താൽ വേണ്ടിയിട്ട്. അതെത്രയായിരിക്കും? ഇതിൽ എത്ര റെഡ് ബോൾസ് ആണുള്ളത്? 3 അല്ലേ? 1 2 3 റെഡ് ബോൾസ് ആണുള്ളത്. അപ്പം 3 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 10. അപ്പോൾ 3/10 ആയിരിക്കും ആൻസർ. പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്ന് പറയുമ്പോൾ എത്ര റെഡ് ബോൾസ് ഉണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അപ്പോൾ അതങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം, ഫ്രം ദ സെക്കൻഡ് ബാഗ്, ഇതുപോലെ സെക്കൻഡ് ബാഗ് എന്ന് ചെയ്യുകയാണെങ്കിൽ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ ബാഗിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ബോൾസ് ഉണ്ട് എന്നുള്ളത് കണക്കൂട്ടണം. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 ബോൾസ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ സെക്കൻഡ് ബാഗ് എത്രയാണ്? 15. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ സെക്കൻഡ് ബാഗ് എത്രയായിരിക്കും? അതിൽ എത്ര നമ്പർ ഓഫ് റെഡ് ബോൾസ് ആണ് ഉണ്ടായിരുന്നത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് 8 റെഡ് ബോൾസ് ആണ് അല്ലേ? 1 2 3 4 5 6 7 8 റെഡ് ബോൾസ് ആണുള്ളത്. സോ 8 ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 15. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്ന് പറയുമ്പോൾ 8 റെഡ് ബോൾസ് ആണുള്ളത് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ 2 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ബോൾസ് ഇൻ ബോത്ത് ബാഗ്സ് ആർ പുട്ട് ടുഗെദർ ഇൻ എ സിംഗിൾ ബാഗ്. അഥവാ ഇപ്പോൾ 2 ബോക്സുകളിലായിട്ടുള്ള ബോളുകളെല്ലാം കൂടി നമ്മൾ ഒരൊറ്റ ബോക്സിലേക്ക് ഇടുകയാണ്. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇത് ഒന്നാമത്തെ ബോക്സ്, ഇത് രണ്ടാമത്തെ ബോക്സ്. അപ്പോൾ ഒന്നാമത്തെ ബോക്സിലാണെങ്കിൽ 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ടായിരുന്നു ഒന്നാമത്തേൽ. രണ്ടാമത്തെ ബോക്സിലാണെങ്കിൽ 8 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ രണ്ട് ബാഗിലുമുള്ള ബോൾസ് കൂടിയിട്ട് ഒരൊറ്റ വലിയ ബാഗിൽ നമ്മൾ ഇടുകയാണേ. അതാണ് പറയുന്നത് പുട്ട് ടുഗെദർ ഇൻ എ സിംഗിൾ ബാഗ്. ഒരു വേറെ ഒറ്റ ആയിട്ട് ഇടുകയാണെങ്കിൽ ഈ പുതിയ ബോക്സിൽ എത്ര റെഡ് ബോൾസ് ഉണ്ടാവും? 8 + 3 11 റെഡ് ബോൾസ് ഉണ്ടാവും. എത്ര ഗ്രീൻ ബോൾസ് ഉണ്ടാവും? 7 + 7 14 ഗ്രീൻ ബോൾസ് ഉണ്ടാവും. അപ്പോൾ അതാണ് പറയുന്നത് ദ ബോൾസ് ഇൻ ബോത്ത് ബാഗ്സ് ആർ പുട്ട് ടുഗെദർ ഇൻ എ സിംഗിൾ ബാഗ്. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇഫ് എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം ദിസ്, ഇതിൽ നിന്ന് ഒരു ബോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ഇറ്റ് ഈസ് റെഡ്? അത് റെഡ് ആവാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ നമ്മളിപ്പോൾ ഈ 2 ബോക്സുകൾ ഇപ്പോൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ഈ പുതിയ ബോക്സാണ് ആവശ്യം. പുതിയ ബോക്സിൽ ടോട്ടൽ നമ്പർ ഓഫ്, മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസറാണ്, ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എത്രയാണ്? 11 റെഡ് ബോൾസും ഉണ്ട്, 14 ഗ്രീൻ ബോൾസും ഉണ്ട്. അപ്പോൾ 14 + 11 എത്രയാണ് വരിക? 25. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ എത്രയാണ്? ഇതിൽ എത്ര റെഡ് ബോൾസ് ആണുള്ളത്? 11 റെഡ് ബോൾസ് ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് എന്ന് പറയുന്നത് 25 ആണ്. സോ 11/25. അപ്പോൾ എങ്ങനെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ചെയ്തു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ചോദ്യം, എ ബാഗ് കണ്ടെയ്ൻസ് 3 റെഡ് ബീഡ്സ് ആൻഡ് 7 ഗ്രീൻ ബീഡ്സ്. ഒരു ബാഗിൽ 3 റെഡ് ബീഡ്സും 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് വരക്കാം. 3 റെഡ് ബീഡ്സ്,
7 ഗ്രീൻ ബീഡ്സ് 1 2 3 4 5 6 7. ഓക്കെ, ഇത് ഒന്നാമത്തെ ബാഗിൽ. ഇനി അനദർ ബാഗ് കണ്ടെയ്ൻസ് 1 more ഓഫ് ഈച്ച്. വേറൊരു ബാഗിൽ 1 more ഓഫ് ഈച്ച്. രണ്ടും ഒന്ന് കൂടുതലുണ്ട്. 1 more ഓഫ് ഈച്ച് എന്ന് പറയുമ്പോൾ ഇതിൽ 3 റെഡ് ബീഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ബാഗിൽ എന്തായിരിക്കും? 4 റെഡ് ബീഡ്സ്. ഇവിടെ 7 ഗ്രീൻ ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത ബാഗിൽ 8 ഗ്രീൻ ബീഡ്സ്. 1 2 3 4 5 6 7 8. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. 1 more ഓഫ് ഈച്ച് എന്ന് പറയുമ്പോൾ ഇതിലുള്ളതിനേക്കാൾ രണ്ടും ഒന്നൊന്ന് കൂടുതലുണ്ട്. അപ്പോൾ 3 റെഡ് ബീഡ്സ് ഉള്ളിടത്ത് 4 റെഡ് ബീഡ്സ് ഉണ്ട്. 7 ഗ്രീൻ ബീഡ്സ് ഉള്ളപ്പോൾ ഇവിടെ 8 ഗ്രീൻ ബീഡ്സ് ഉണ്ട്. ഇത് രണ്ടാമത്തെ ബാഗിൽ. നമ്മളോട് ചോദിക്കുന്നത് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ. ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് കൂടുതൽ. ഓക്കെ, നമ്മൾ ജസ്റ്റ് പ്രോബിലിറ്റി എങ്ങനെ കണ്ടുപിടിക്കേണ്ട നമുക്കറിയാലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 2 ബാഗിൽ നിന്നും റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എടുക്കുക. എന്നിട്ട് ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതാണ് എഴുതേണ്ടത്. നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യണം നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഒന്നാമത്തെ ബാഗിൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? 3 റെഡ് ബീഡ്സും ഉണ്ട്, 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. സോ 3 + 7 10. അങ്ങനെയാണെങ്കിൽ ആ ബാഗിൽ റെഡ് ബീഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് എഴുതി കൊടുക്കുക. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം ദ ഫസ്റ്റ് ബാഗ്. എത്രയായിരിക്കും? എത്ര റെഡ് ബീഡ്സ് ആണ് ഉണ്ടായിരുന്നത്? 3 റെഡ് ബീഡ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 3/10. പിന്നെ അതേപോലെ നമ്മൾ രണ്ടാമത്തെ ബാഗിലും എടുക്കാം. രണ്ടാമത്തെ ബാഗിൽ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എത്രയാണ്? ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്ന് പറയുമ്പോൾ 4 റെഡ് ബീഡ്സും ഉണ്ട്, 8 ഗ്രീൻ ബീഡ്സും ഉണ്ട്. സോ 8 + 4 12 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബീഡ് ഫ്രം ദ സെക്കൻഡ് ബാഗ് എന്തായിരിക്കും? ഇതിൽ എത്ര റെഡ് ബീഡ്സ് ആണുള്ളത്? 4 റെഡ് ബീഡ്സ് ആണുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ 4/12. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1/3 എന്ന് എഴുതാം അല്ലേ? അതെങ്ങനെ ഞാൻ 1/3 എന്ന് എഴുതിയ വെച്ചാൽ നമുക്കറിയാം 4 നമുക്ക് 4 × 1 എന്ന് എഴുതാം. 12 4 × 3 എന്ന് എഴുതാം. 12 4 × 3 എന്ന് എഴുതി. അപ്പോൾ ഈ 4 4 കറക്റ്റായിട്ടാണ് 1/3 എന്ന് എഴുതിയത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രാക്ഷനെ സിംപ്ലിഫൈ ചെയ്തു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയും രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയും കണ്ടുപിടിച്ചു. നമ്മളോട് ചോദിക്കുന്നത് ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റിയാണ് കൂടുതൽ എന്നാണ്. അഥവാ 3/10 ആണോ 1/3 ആണോ ഗ്രേറ്റർ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര മാത്രം ചെയ്യാം. നമ്മൾ ഫസ്റ്റ് രണ്ടാമത്തെ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്ററിനെ ഒന്നാമത്തെ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു തെറ്റ് വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 3 എന്ന് പറയുമ്പോൾ 9, അത് ഇവിടെ എഴുതി കൊടുക്കാം. 10 × 1 എന്ന് പറയുമ്പം 10, അത് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പം 1/3ക്ക് മുകളിൽ 10 വന്നു, 3/10ന് മുകളിൽ 9 വന്നു. അപ്പോൾ 9 ആണോ 10 ആണോ ഗ്രേറ്റർ? 10 ആണല്ലോ. സോ ഏത് ഫ്രാക്ഷൻ്റെ മുമ്പിലാണ് 10 വന്നിട്ടുള്ളത്? 1/3ക്ക് മുകളിലാണ്. സോ നമുക്ക് പറയാം 1/3 ആണ് ഗ്രേറ്റർ. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എന്നിട്ട് 3 × 3 9 ആണ്, അത് ഇവിടെ എഴുതി. 10 × 1 10 ആണ്, അത് ഇവിടെ എഴുതി. എന്നിട്ട് ഏത് ഫ്രാക്ഷൻ്റെ മുകളിലാണ് ഗ്രേറ്റർ നമ്പർ വരുന്നത് ആ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ഫ്രം വിച്ച് ബാഗ് ഈസ് ഗ്രേറ്റർ. ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ളതാണ്. 1/3 ഏത് ബാഗിലായിരുന്നു? സെക്കൻഡ് ബാഗിലെ. സോ the probability of getting a red bead from the second bag is greater. സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്ന് നമുക്ക് എഴുതി വെക്കാം. വേണമെങ്കിൽ അത് 1/3 ആണ് = 1/3 എന്നും കൂടി എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസർ വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു.